ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു 150 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അതിൽ ചിക്കൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചതച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം പാത്രത്തിലേക്ക് തന്നെ ആ സ്റ്റോക്ക് വാട്ടർ മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് സ്വീറ്റ് കോണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടി ഒരുപാട് വേണം, കുറച്ച് കട്ടിയിൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ അതിലുള്ള എല്ലൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അതും കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു മുട്ടയുടെ വെള്ളം മാത്രമായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പം തന്നെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് അത് ഇളക്കിയെടുക്കണം.
അപ്പോൾ അതൊരു 2 മിനിറ്റ് ഒന്ന് തിളക്കാനായി വെച്ചതിന് ശേഷം നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം.